ആരെ കിട്ടിക്കാണ്ട് തുറന്നിട്ടുണ്ട് അടച്ചു ഫ്രെയിംസ് എന്ന് പറയും ടി വി ചാനല. സമയമായിരുന്നു പയ്യന് ജോലിക്ക് വേണോ പാവം ബംഗാളി അവരെങ്കിലും പോട്ട്, നമ്മളെ പണിക്ക് വേണില്ല. വേറെ ചായ മാത്രമേ ഉള്ളൂ, കടിയൊന്നുമില്ല. അല്ലെ ലുക്ക് എങ്ങനെ ചാത്തനായിട്ടില്ലേ? ഈ ചായ മാറ്റി പിടിക്കാണോ നേരെ അതിക്രമിച്ചിരിക്കുന്ന കേട്ടോ. അല്ല ക്യാപിച്ചീനോയാ 12 ഗോളിയാ. ഉള്ളിലോട്ടും എല്ലാം പോയാലേ ഉള്ളിൽ നിന്ന് വരുള്ളൂ. അവര് തിരക്കിനാറ്. അവർക്ക് ചായ നമ്മൾ വാങ്ങിച്ചു കൊടുക്കൂലേ, എന്തിനാണ് വീട്ടിൽ നിന്ന് പിടിച്ചിട്ട് വരണം. ഹലോ എവരിവൺ, വെൽക്കം ടു ബീറ്റാ ഫ്രെയിം ആൻഡ് മോസ്റ്റ് വെൽക്കം ടു പ്രോഗ്രാം ചാറ്റ് ഫോർ ചായ്. എവനെന്ത് പറ്റി? അയ്യോ ഒന്നും പറ്റിയതല്ല, ഇത് പുതിയ സ്റ്റൈലാ, പുതിയ ഫ്ലാഷ്. ഷെയർ ചാറ്റാ ചേട്ടാ? ഷെയർ ചാറ്റിലൊക്കെ ഉണ്ടോ? ഇവനൊരു ഭീകരനായി മാറുമോ കുഞ്ചറിയ? ഹി വിൽ ബി എ ബെൽറ്റ് ബോംബ് ഫോർ യു. ഏതായി കുട്ടി? ഫ്രീ ആണോ? നമുക്കൊരു ചായ കുടിച്ചാൽ? ഏതാന്നറിയില്ലെങ്കിലും ഇഷ്ടായി. വർക്കിന് ഇറങ്ങിയതാണ്. ഓക്കെ, എന്താണ് ഞാൻ ചോദിച്ചില്ല, കാശവനല്ലേ കൊടുക്കുന്ന വിഷയമില്ല. ഇയാൾക്ക് എന്താണ് വയ്യേ? ചേട്ടാ നടക്കാൻ ഇറങ്ങിയതാ? അല്ലടാ, വാഴത്തൈ നട ഞാൻ പറമ്പ് വിളച്ചോണ്ടിരിക്കുക. ഇംഗ്ലീഷ് ബീറ്റാ ഫ്രെയിം എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ നിന്നാണ്. ബീറ്റാ ഫ്രെയിം എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ നിന്നാണ്. എന്തുവാടാ ഈ ആയുധം? മൈക്ക് എന്റെ മനസ്സിലായില്ല. സാർ എങ്ങോട്ടാ സാർ പോകുന്നത്? ജോലിക്ക് വേണോ? സാറ് ഫ്രീ ആണെങ്കിൽ നമുക്കൊരു ചായ കുടിച്ചിട്ട് സംസാരിക്കാം. സിവിൽ സർവീസ് കോച്ച്. ഓ, IAS ട്രെയിനിയാണ്. ഒരു എഞ്ചിനീയർ ആണല്ലേ? ഞാനോ അതെ. ഇതൊന്നും വരുന്നില്ലല്ലേ അതല്ലേ? ഇത് വരുമെന്ന് എന്തൊരു ചോദ്യം. ഇങ്ങോട്ട് വന്നാണ്, ഇങ്ങോട്ട് നിന്നാണ്. ചായ കുടിക്കാറുണ്ടോ? ഭയങ്കര മധുരമാണ്. ആളൊരു പഞ്ചാര പ്രിയനാണ്. എന്തൊരു പരിപാടി പിന്നെ? ക്രിക്കറ്റ് കളി വിട്ടൊരു പരിപാടിയില്ല അവന്. നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഒരു IAS ട്രെയിനിയെ കണ്ടായിരുന്നു. സിക്സ് ഒക്കെ അടിക്കൂ. ഇപ്പൊ കല്ലെടുത്ത് പറഞ്ഞ തലയിൽ വേണം IAS ട്രെയിനിയാണെന്നുള്ള ബിടെക്കാരുടെ കാലമൊക്കെ കഴിയണമെന്ന് തോന്നണം കേട്ടോ. ശരി, നമ്മളെ പരിപാടി കാണാറുണ്ടോ അതിന്? പിന്നെ അല്ല, നമ്മളടുത്ത് മാത്രമല്ല വെറുതെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യും. എല്ലാവർക്കും ചുമ്മാ കൊടുക്കണം IAS. നമുക്ക് ഇറങ്ങിയാലോ? ഞാൻ പരിപാടി നിർത്തി, ഞാൻ ഇനി ഇല്ല. ഇന്ത്യയൊക്കെ കൂടെ ഞാൻ പറഞ്ഞില്ല മയക്കം തൂക്കിക്കൊണ്ട് എന്നെ അടിച്ചാൽ മതി. ഗൈസ്, പറയാൻ പറഞ്ഞത് നമ്മളോട് പഠിച്ച പയ്യനാണ്. അല്ല അളിയാ, എന്റെയും ക്യാമറാമാൻ വിഷ്ണുവിന്റെ കൂടെ ഒക്കെ പഠിച്ച പയ്യനാണ്. 5-6 വർഷവും ആകെ 3 വർഷമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഓ, സപ്ലി എല്ലാം കൂടെ ചേർത്ത് 5-6 വർഷം. ഓക്കെ. സത്യമുള്ള മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി എങ്ങനെ തെളിയിക്കും? ഇതിന്റെ കുറവും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ഇനി അതും എടുത്തിട്ടാ ഊക്ക് വേണ്ട. നമ്മള് അല്ല നമ്മള് ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ ആ ഒരു ടൈപ്പ് പരിപാടിയല്ലേ, ജസ്റ്റ് കാഷ്വൽ ടോക്സ്. ഞാൻ ജയിച്ചേ ഈ ക്വസ്റ്റ്യൻ ആയി ആൻസർ. ഇനി ക്വസ്റ്റ്യൻ പേപ്പറാണോ? നമ്മളെ ചാനൽ നീ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? നോക്കട്ടെ. ചാനലിന്റെ പേര് പറ. ഇപ്പോഴാണോ ഫോളോ ചെയ്തത്? നീ അവനെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഫോളോ ബാക്ക് ഇപ്പോഴാണ് ചെയ്തത്. പൈസ ഞാൻ കൊടുത്തോളാം. എന്റെ ഡാഡി കുറച്ച് റിച്ച് ആണെന്നറിയാലോ. വളരെ സന്തോഷം. ഞാൻ പറയിപ്പിച്ചാണെന്ന് പറയത്തേ ഇല്ല. അറിയാതെടുത്തപ്പോ നവരസം ഇങ്ങനെ വേണം അഭിനയിക്കാൻ. ചെറിയ കാണാം. പോവാണോ? നമ്മൾ നിർത്തുക. വയ്യ, വെയിൽ വെള്ളം. അമ്മ എനിക്കും മടുത്തടാ, രാവിലെ പോലെ വന്ന് ഇരിക്കുകയല്ലേ.
ഇനിയിപ്പോൾ നമ്മൾ ആളെ കിട്ടാത്തതുകൊണ്ട് വിളിച്ചു വരുത്തിയാണോന്ന് ഞാനും പറയാൻ ചെയ്യില്ല. അവനെ കോയിൻസിഡൻസി കണ്ടതാണ്. ബിലാൽ. മമ്മൂട്ടിക്ക് ബിലാൽ. എനിക്ക് പേരിട്ടിട്ടാ മമ്മൂട്ടിക്ക് പേരിട്ട. എന്റെ പൊന്നണി എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക. നീ ഒരു ഒറ്റ ഡയലോഗ് വെച്ച് എത്ര കാലം ഈ ഫീൽഡിൽ പിടിച്ചിരിക്കും? അപ്പൊ ഇനി നമുക്ക് ഇതിൽ നല്ലൊരു എപ്പിസോഡായിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. ഏയ് നിന്റെ തോന്നല വരും 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 വരാതിരിക്കില്ല, വരാ എവിടെ പോവേ. അപ്പൊ നമുക്ക് ഇതിൽ നല്ലൊരു എപ്പിസോഡായിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. അതുവരെ ബൈ.